നമസ്കാരം. ധനുഷിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാവുകയാണ്. സാമൂഹ്യ സേവനത്തിന് ഇറങ്ങണമെന്ന് തന്റെ ആരാധകരുടെ കൂട്ടായ്മയോട് ധനുഷ് ആവശ്യപ്പെടുന്നതാണ് ഈ സംശയത്തിന് വഴിമരുന്നിട്ടത്. ആരാധകർ സംഘടിപ്പിച്ച ഒരു രക്തദാന ക്യാമ്പിൽ സംസാരിക്കുകയാണ് ധനുഷ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനകൾ നൽകിയത്. ആരാധകരുടെ ഒത്തൊരുമയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്നും അതിനൊരു ലക്ഷ്യം ഉണ്ടാകണമെന്നാണ് ധനുഷ് തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത്. സിനിമകളുടെ ഓഡിയോ ലോഞ്ചും ആരാധക സംഗമവും അതിനപ്പുറം തങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ആരാധകർ മുന്നിട്ടിറങ്ങണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ പാകുന്നതിനുള്ള നീക്കമാണോ എന്നാണ് പലരുടെയും സംശയം. അതായത് ഈ വാക്കുകൾ നിഴലിക്കുന്നത് അതാണോ എന്നാണ് പലരും സംശയം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഇത്രയേറെ പേർ ഒത്തുകൂടിയിരിക്കുന്നുവെന്നും ഈ ഒരു ഒത്തൊരുമയ്ക്ക് ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തി നിങ്ങൾ പോസിറ്റീവായ വഴിയെ കൊണ്ടുപോകണമെന്നാണ്. ആ ശക്തിക്ക് ഒരു ലക്ഷ്യം നൽകണം. ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്നതിനും ഓഡിയോ ലോഞ്ചുകൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്നായിരുന്നു വാക്കുകൾ. നിങ്ങളുടെ നാട്ടിൽ അയൽപക്കത്ത് എന്തു വേണമെന്ന് മനസ്സിലാക്കി എല്ലാവരും ചേർന്ന് കൈകോർത്താൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നും മറ്റുള്ളവർക്കായി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യണമെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ ഇനിയും അഭിമാനിക്കുമെന്നായിരുന്നു ധനുഷിന്റെ വാക്കുകൾ. നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നീക്കത്തെ മറ്റൊരു സൂപ്പർ താരമായ വിജയുടേതുമായി താരതമ്യം ചെയ്യുകയാണ് ആരാധകർ. തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രി കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് വർഷങ്ങളോളം തന്നെ വിജയ് തന്റെ ആരാധക സംഘടനകളുടെ സമാനമായ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വിജയ്ക്ക് പിന്നാലെ ധനുഷും രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിലെ താരപോരാട്ടം പുതിയ തലത്തിലേക്ക് മാറും എന്നാണ് വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ധനുഷിന്റെ ഈ പ്രസംഗം വൈറലായതോടെ വലിയ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. തമിഴ്നാടിന്റെ വിദ്യാസമ്പന്നരും ധൈര്യശാലികളുമായ പുതിയ ശബ്ദങ്ങളെ ആവശ്യമുണ്ട് എന്ന് ചിലർ താരത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വ്യക്തമാക്കുന്നു. എന്നാൽ മറ്റു ചിലർ സിനിമയിൽ നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ വിമർശനാത്മകമായാണ് കാണുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ധനുഷ് നേരിട്ട് പ്രതികരിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ നിരീക്ഷിക്കുന്നത്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ഓമാണ് ധനുഷിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം. മമ്മൂട്ടിയാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തുന്ന മറ്റൊരു താരവും.